welcome back to today's video. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയ രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫിനെ പറ്റിയും അതുപോലെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് നോക്കാം. സപ്പോസ് നിങ്ങളൊരു റിയാക്ടൻ്റ് എടുത്തിട്ടുണ്ട്. ആ റിയാക്ടൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ഗ്രാം ആണെന്ന് വിചാരിക്കൂ. റിയാക്ടൻറ്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ഗ്രാം ആണ്. എത്ര സമയം എടുത്തിട്ടാണോ ആ റിയാക്ടൻറ്റിന്റെ കോൺസെൻട്രേഷൻ നേർപകുതിയായിട്ട് മാറുന്നത്? ഇതിന്റെ നേർപകുതി എന്ന് പറഞ്ഞാൽ 50 ഗ്രാം. എത്ര ടൈം എടുത്തിട്ടാണോ നിങ്ങളുടെ റിയാക്ടൻറ്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നേർപകുതിയായി മാറുന്നത്, ആ ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ is the time in which the concentration of reactant get reduced to half of its initial concentration. അതായത് റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ നേർപകുതിയാവാൻ എടുക്കുന്ന സമയത്തെയാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഡിനോട്ട് ചെയ്യുന്നത് ടി ഹാഫ് എന്നാണ്. അതായത് ടി ഇട്ടിട്ട് താഴെ ഹാഫ് കൊടുക്കുക. Half life of a reaction is denoted as T(half). നമ്മൾ ഓൾറെഡി സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചു അല്ലേ? എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? K is equal to R0 minus R by T. നിങ്ങൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ടൈം 0 ആവുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? R0 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനും നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. നോക്കുക കണ്ടീഷൻ. ടൈം ടി എന്നുള്ളത് ടി ഹാഫ് ആയി മാറുന്ന സമയത്ത് ആറിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? R0 by 2 ആയിട്ട് മാറും. ആറിന്റെ കോൺസെൻട്രേഷൻ R0 by 2 ആയിട്ട് മാറും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു കണ്ടീഷൻ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യൂ. എന്താ വരിക? K is equal to concentration of R0 minus concentration of R എന്തായിട്ട് മാറും? R0 by 2 ആയിട്ട് മാറും. R എന്തായിട്ട് മാറും? R0 by 2 ആയിട്ട് മാറും. Divided by time. Time എന്തായിട്ട് മാറും? T half ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി R0 minus R0 by 2 എന്താണ്? 1 minus half എന്താണ്? Half ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ എഴുതാം K is equal to R0 by 2 divided by T half. അല്ലേ? R0 minus R0 by 2 എന്തായിട്ട് മാറും? R0 by 2 divided by T half. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഞാൻ എഴുതാം K is equal to concentration of R0 divided by 2 into T half. നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് കൂടെ ഈ 2 താഴോട്ട് വരും. ഇനി നിങ്ങൾ T half കാണൂ. സീറോ ഓർഡർ റിയാക്ഷന്റെ T half എന്ന് പറയുന്നത് ഈ T half നിങ്ങൾ കൊണ്ടുപോയാൽ മതി. R0 concentration of R0 divided by 2K. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എഴുതി. K is equal to concentration of R0 minus concentration of R divided by T. ഇനി നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് ഹാഫ് ലൈഫിന്റെ. എന്താ കണ്ടീഷൻ? ടൈം ടി ഹാഫ് ആയി മാറുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിട്ട് മാറും? കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 ആയിട്ട് മാറും. ഇനി ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യൂ. ഇക്വേഷൻ എന്തായിട്ട് മാറും? K is equal to concentration of R0 minus concentration of R ന് പകരം എന്ത് കൊടുക്കും? concentration of R0 by 2 divided by T ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? T half കൊടുക്കും. ക്ലിയർ ആണല്ലോ? concentration of R0 minus concentration of R0 by 2 എന്തായിട്ട് മാറും? concentration of R0 divided by 2 അല്ലേ? concentration of R0 divided by 2 divided by T half.
അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതി K is equal to concentration of R0 divided by 2TR. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഈ 2 നെ താഴോട്ട് കൊണ്ടുവന്നു, മാറ്റങ്ങളൊന്നുമില്ലല്ലോ. ഇനി ലാസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണ്. TR is equal to concentration of R0 divided by 2K. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. K is equal to 3.303 by T log concentration of R0 divided by concentration of R. അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? TRന്റെ അല്ലെങ്കിൽ ഹാഫ് ലൈഫിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ടൈം T എന്നുള്ളത് TR ആയി മാറുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? R0/2 ആയിട്ട് മാറും. ഈ കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യൂ. K is equal to 2.303 by TR log R0, concentration of R0 divided by R ന്റെ പകരം എന്താവും? concentration of R0/2. ഇതെന്താ സംഭവിക്കുക? ഈ R0യും ഈ R0യും ക്യാൻസൽ ആയി പോകും അല്ലേ? So this equation become K is equal to 2.303 by T of log 2 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണല്ലോ? log 2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3010 ആണ്. ഓക്കെ, 0.3010 into 2.303 എന്താണ്? 0.693 ആണ്. 0.693 by TF ആണ് K എന്ന് പറയുന്നത്. TFന്റെ ടേംസിൽ എഴുതൂ. TF is equal to 0.693 divided by K. This is the half life for first order reaction. ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതി, ഹാഫ് ലൈഫിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും K is equal to 2.303 by TR log 2. log 2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3010 ആണ്. 0.3010യും 2.303 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.693 എന്നുള്ളത്. സോ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഹാഫ് ലൈഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 0.693 by K. ക്ലിയർ? സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ TF അഥവാ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ചില റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്കത് ഹയർ ഓർഡർ റിയാക്ഷൻസ് ആണെന്ന് തോന്നും. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്, തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നൊക്കെ തോന്നും. ബട്ട് ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ എമൗണ്ട് എക്സസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യൂ. ഈഥൈൽ അസറ്റേറ്റിന്റെ ഹൈഡ്രോളിസിസ് ആണ്. എസ്റ്ററിന് ഹൈഡ്രോളിസിസ് സംഭവിച്ചാൽ എന്താ ഫോം ചെയ്യുക? ആസിഡും അതുപോലെ ആൽക്കഹോളും ആണ്. അപ്പോൾ ആസിഡും ആൽക്കഹോളും ഫോം ചെയ്തു. ഈ ഒരു റിയാക്ഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് K ഡാഷ് ഇൻറ്റു concentration of water into concentration of ethyl acetate. ethyl acetate. ഈ ഒരു റിയാക്ഷനിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എക്സസ് ആണ്. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എക്സസ് ആയതുകൊണ്ട് നമുക്കതൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. സോ ഇപ്പോൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്, K ഡാഷും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതിനെ രണ്ടിനെയും നമുക്ക് എന്താക്കി എഴുതാം? K എന്ന് കൊടുക്കാം. K CH3COO-C2H5. സോ ഈ ഒരു കേസിൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് K into CH3COO-C2H5. K എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ K എന്ന് പറഞ്ഞാൽ എന്താണ്? K dash into concentration of
വാട്ടർ. ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എക്സസ് ആയതുകൊണ്ട് അത് റേറ്റിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. സോ കെ ഡാഷ് ഇൻറ്റു എ അനദർ കോൺസ്റ്റന്റ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് അല്ലേ, അതിന് കോമൺ ആയിട്ട് നമ്മൾ കെ എന്നുള്ളൊരു കോൺസ്റ്റന്റ് കൊടുത്തു. അപ്പൊ റേറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈതർ അസറ്റേറ്റ്. So this reaction is an example for pseudo first order reaction. ഇനി pseudo first order reactionന്റെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗറിന്റെ ഫോർമുല എന്താണ്? C12H22O11 ആണ്. കെയിൻ ഷുഗർ ഹൈഡ്രോളിസിസ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ കേസ് പോലെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എക്സസ് ആണ്. സോ ഈ വാട്ടർ എക്സസ് ആയതുകൊണ്ട് അത് റേറ്റിനെ ബാധിക്കില്ല. സോ അതിന് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. സോ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇതും ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ക്ലിയർ? സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്.